ബാലസാഹിത്യ നോവൽ ഡോക്ടർ കെ. ശ്രീകുമാർ. കുഞ്ഞുട്ടൻ കാർലോ കൊളോഡയുടെ പ്രശസ്ത നോവലായ പിനോക്കിയോയുടെ സ്വാതന്ത്ര്യാവിഷ്കാരം. എന്ത് ചെയ്യണം ഈ തടിക്കഷ്ണം കൊണ്ട്? മരപ്പാവ, ചട്ടുകം, കടക്കോല്. പെട്ടെന്നാണ് ചെമ്മൂക്കൻ മുത്തച്ഛൻ ഇരുന്ന കസാര ഒന്നിളകിയത്. അദ്ദേഹത്തിന് ചെറിയൊരു പേടി തോന്നാതിരുന്നില്ല. ആ കസാരയുടെ ഒരു കാല് ഒടിഞ്ഞു പോയിട്ട് കാലം കുറേയായി. ചാക്കുകെട്ടും പീഞ്ഞപ്പെട്ടിയും ഒക്കെ വെച്ച് താങ്ങി നിർത്തിയിരിക്കുകയാണ് അതിനെ. അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു. തടിക്കഷ്ണത്തെ ഒരുമ്മ വെച്ചു. അദ്ദേഹം സ്വയം പറഞ്ഞു, എന്റെ തടിക്കുട്ട, നിന്നെക്കൊണ്ട് ഞാൻ എൻ്റെ കസാരയ്ക്ക് കാല് പണിയും, നോക്കിക്കോ. അത് കേട്ടിട്ടോ എന്തോ തടിക്കഷ്ണം ഒന്ന് വിറച്ചത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. തടിക്കഷ്ണത്തെ അങ്ങനെയങ്ങ് കസാരയിലാക്കാൻ വയ്യ. അതൊന്ന് വെട്ടിക്കുറച്ച് ചെത്തിമിനുക്കണം, ചിന്തരിടണം, നീളമൊപ്പിക്കണം. മുത്തച്ഛൻ തന്റെ തിളങ്ങുന്ന വായ്ത്തലയുള്ള വെട്ടുകത്തിയെടുത്ത് അതിനെ വെട്ടിമുറിക്കാൻ ഓങ്ങി. അയ്യോ അരുതേ, ഞാൻ ചത്തുപോവേ! പെട്ടെന്നൊരു നിലവിളി. ചെമ്മൂക്കൻ മുത്തച്ഛൻ അത് കേട്ടു ഞെട്ടിത്തരിച്ചുപോയി. വെട്ടുകത്തി താഴെയിട്ടു, ചുറ്റും പരതി. ആരാണ് പക്ഷിക്കുഞ്ഞിൻ്റേതുപോലുള്ള ശബ്ദത്തിൽ കരഞ്ഞതെന്നും കണ്ടുപിടിക്കാനായി അടുത്ത ശ്രമം. കസാരയിൽ പരതി, മേശയിലും മടക്കുകട്ടിലിലും പരതി, അടുക്കളയിലും പര്യമ്പറത്തും കിടപ്പുമുറിയിലും കിടക്കയിലും പരതി, ഉരുളിയിലും കുടത്തിലും പാത്തിയിലും പത്തായത്തിലും പരതി, വരാന്തയിലും പരതി. ആരെയും കണ്ടില്ല എവിടെയും. അദ്ദേഹം തിരികെ മുറിയിലെത്തി. തടിക്കഷ്ണത്തിൽ വെട്ടുകത്തി കൊണ്ട് ഒന്നു വെട്ടി. അപ്പോഴതാ കിളിക്കൊഞ്ചൽ പോലുള്ള കരച്ചിൽ പിന്നെയും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ, എന്നെ വെട്ടിക്കീറില്ലെന്നാണോ ഭാവം? മുത്തച്ഛൻ അമ്പരന്നു നിന്നു. താനും ഈ തടിക്കഷ്ണവുമല്ലാതെ മൂന്നാമതൊരാളില്ല കുടിലിൽ. ഇത്രയും നേരം കേട്ടത് തന്റെ ശബ്ദമല്ലെന്നും തീർച്ച. എങ്കിൽ പിന്നെ കിളിക്കുഞ്ഞിനെ പോലെ സംസാരിച്ചത് വകതിരിവില്ലാത്ത ഈ തടിക്കഷ്ണം തന്നെ. അതെങ്ങനെ? തടിക്കഷ്ണത്തിന് ജീവനുണ്ടോ? ജീവനില്ലെങ്കിൽ, നാവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മിണ്ടാൻ പറ്റണേ? മുത്തച്ഛൻ വാ പൊളിച്ചു നിന്നു. അല്ലപ്പാ, നീ തന്നെയാണോ എന്നോട് വർത്താനം പറഞ്ഞേ? അദ്ദേഹം തടിക്കഷ്ണത്തെ മുഖത്തോടടുപ്പിച്ചു ചോദിച്ചു. ഒരക്ഷരം മിണ്ടിയില്ല അത്. ദേഷ്യം കൊണ്ട് മൂക്കിൻ തുമ്പ് ചുവന്നു. അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ കുരങ്ങു കളിപ്പിക്കുന്ന തടിക്കഷ്ണത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നിശ്ചയിച്ചു. അദ്ദേഹം അതെടുത്ത് പലതവണ നിലത്തടിച്ചു. എന്നിട്ടുമില്ല ഒരനക്കവും. തടിക്കഷ്ണം നിലത്തിട്ട് അദ്ദേഹം ചിന്തൊരുളി കൊണ്ട് അതിനെ മിനുസപ്പെടുത്താൻ തുടങ്ങി. 2-3 തവണ ഉളി അങ്ങുമിങ്ങും നീക്കിയതും രൂക്ഷമായ ശബ്ദത്തിൽ ആ കിളിമൊഴി വീണ്ടും ഉണ്ടായി. ഇന്ന് വായനയിൽ കഥ കുഞ്ഞിക്കുട്ടൻ തുടരും.